ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്ലൂബെറി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ലൈറ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ബ്ലൂബെറി കേക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ബേസ് കേക്ക് തയ്യാറാക്കാം. ബേസ് കേക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം, അതല്ലെങ്കിൽ ബ്ലൂബെറി സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം. വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂബെറി സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 6 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയിലേക്ക് ഒട്ടും തന്നെ മുട്ടയുടെ മഞ്ഞ വീഴാൻ പാടില്ല. നമുക്കത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതുപോലെ മുട്ട ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ലെവൽ ചെയ്തെടുത്തിട്ടുള്ള 1.5 കപ്പ് മൈദ ചേർക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ 2 or 3 തവണ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് മുട്ടയുടെ വെള്ള നന്നായിട്ട് അതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പതഞ്ഞു വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ചെറിയ തരിതരിപ്പുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരുമിച്ച് ചേർക്കേണ്ട, ഒരു 3 or 4 ബാച്ചായിട്ട് ചേർത്ത് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിഫ് പീക്കാക്കി എടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഒരു മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അലിഞ്ഞതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് ഒരു സ്റ്റിഫ് പീക്കാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർത്തതിന് ശേഷം ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതുകൊണ്ട് നമ്മളൊരു ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ സ്റ്റോപ്പ് ചെയ്യാം. ബീറ്റ് ചെയ്ത് നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 or 4 ബാച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അധികം കട്ടയൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്ലൂബെറി ക്രഷാണ്. ബ്ലൂബെറി ക്രഷിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കൂടാതെ കുറച്ച് റിഫൈൻഡ് ഓയിലും അതുപോലെ ഫ്ലേവറിനായിട്ട് ഒന്നുകിൽ വാനില എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ എസൻസോ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്ലൂബെറി എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്തിരുന്നാലും മതി. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറിയിട്ട് ഒരു റോസിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ റോസ് എസൻസും അതുപോലെ 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററിൻ്റെ ഒരു ചെറിയ പോർഷൻ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഈവനായിട്ട് ഈ ഒരു കളറ്, ഈ ഒരു ബ്ലൂബെറിയുടെ കളറ് ഈവനായിട്ട് ഈ ഒരു ബാറ്ററിൽ വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളറാണ് ഈ ഒരു സ്പഞ്ച് കേക്കിന് നമുക്ക് കിട്ടുന്നത്. ഇനി ഒന്നുകൂടി സ്പാച്ചുല വെച്ചിട്ട് ബൗളിൻ്റെ എവിടെയെങ്കിലും മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ ഈവനായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മളിവിടെ 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബാറ്റർ ശരിക്കും 7 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിൽ ഫില്ല് ചെയ്യാനുള്ള അളവുണ്ട്. ഇപ്പോൾ 2 കേക്ക് ടിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 7 ഇഞ്ച് എൻ്റെ കയ്യിൽ ഒരു ടിന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഈ ഒരു കേക്ക് ടിന്നിലേക്ക് പകർത്തിയിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും വലിയ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ട്. ഇനി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ ഒരു ടിന്നിൽ കൂളായതിന് ശേഷമാണ് കേക്ക് ടിന്നിൽ നിന്നും പുറത്തെടുക്കുന്നത്. ഒരു സ്പാച്ചുല വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. പുറകിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. വളരെ ഹൈറ്റുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ടെക്സ്ചറും കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ലെയർ കട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഓൾറെഡി 5 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ലെയറായിരിക്കും നമുക്ക് ഈ ഒരു ബ്ലൂബെറി കേക്കിന് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. ഫ്രോസ്റ്റിംഗ് ഞാനിവിടെ വിപ്പിംഗ് ക്രീമും അതുപോലെ ക്രീം ചീസും കൂടെ ചേർത്തിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 1/2 കിലോ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രീം ചീസ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ആദ്യം സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മാത്രം ഈ ഒരു ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ക്രീം ചീസും ഈ ഒരു ക്രീമും കൂടെ മിക്സ് ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്കിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ സെയിം അളവിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 600 ml ക്രീമാണ് ചേർക്കുന്നത്. ഒന്നുകിൽ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീമോ ചേർക്കാം. അത് ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു സിൽക്കി സ്മൂത്ത് ആയിട്ട് കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്ലൂബെറി ഫ്ലേവേർഡിലുള്ള ഷുഗർ സിറപ്പും അതുപോലെ ബ്ലൂബെറി ക്രഷും എടുത്തു വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷും കൂടെ ചേർത്ത് ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കേക്ക് ടേൺ ടേബിളിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്ലൂബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കേക്ക് ഒന്ന് വെറ്റാവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു എഡ്ജസ് മാത്രം പൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ബ്ലൂബെറി ക്രഷ് വെച്ച് കൊടുക്കാം. ബ്ലൂബെറി ക്രഷിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമാണ്. 1 ടീസ്പൂൺ മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെ അളവും നമുക്കിപ്പോൾ കൂടുതൽ ഫ്രോസ്റ്റിംഗ് ഈ ഒരു ലെയേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അല്ല തിന്നായിട്ടുള്ള ക്രീം മതി എന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ലെയറിൽ ചെയ്തെടുക്കാം. ഇനി ഒരു ഐസിങ് സ്പാച്ചുല വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഈവൻ ആക്കി എടുക്കാം. ഇനി കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം, ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്, അങ്ങനെ ബാക്കിയുള്ള എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും മുകളിൽ കേക്കിൻ്റെ ബേസ് ആയിട്ടുള്ള ലെയറാണ് മുകളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്രോസ്റ്റിംഗ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ബ്ലൂബെറി ക്രഷ് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. ജസ്റ്റ് ഒരു മാർബിൾ ഡിസൈൻ കൊണ്ടുവരുന്നതിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്ക് കംപ്ലീറ്റ്ലി ഒരു ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് നമുക്ക് കേക്ക് സ്റ്റാൻഡിലേക്ക് പകർത്താം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇനി നമുക്ക് കേക്ക് കംപ്ലീറ്റ്ലി കവർ ആവുന്ന രീതിയിൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഐസിങ് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് സ്ക്രേപ്പ് ചെയ്യുന്ന ക്രീം നമ്മളൊരു സെപ്പറേറ്റ് ബൗളിലാണ് കളക്ട് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പ് പാർട്ടും ഒരു മാർബിൾ ഡിസൈനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് ഡെക്കറേഷനായിട്ട് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഡ്രോപ്പ് പേർപ്പിൾ കളറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 ഡ്രോപ്പ് പേർപ്പിൾ കളർ ചേർത്തപ്പോൾ എനിക്ക് ശരിക്കും ഒരു ലാവൻഡർ കളറാണ് കിട്ടിയത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം പേർപ്പിൾ കളറും അതുപോലെ ഒരു 2 ഡ്രോപ്പ് ബ്ലാക്ക് കളറും കൂടെ ചേർക്കുമ്പോഴാണ് ഒരു നല്ലൊരു പേർപ്പിൾ കളറായിട്ട് കിട്ടിയത്. അപ്പോൾ പേർപ്പിൾ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലോസ്ഡ് സ്റ്റാർ നോസിലാണ്. ഇനി നമുക്ക് ചെറിയ റോസറ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെയ്യുന്ന ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചെറുതായിട്ടൊരു റോസറ്റാണ് ഞാനിവിടെ പൈപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് റിലീസ് ചെയ്യുന്നു. അത് ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് കൂടുതലും കുറച്ചും അനുസരിച്ച് പൈപ്പ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ബേസിൽ നമുക്ക് ബോർഡർ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ബ്ലൂബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പേർപ്പിൾ കളറും അതുപോലെ വൈറ്റ് കളറിലും ഉള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. പാൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലവർ. അതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് സിൽവർ ബോൾസും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്ലൂബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ നല്ലൊരു ബ്ലൂബെറിയുടെ ഫ്ലേവറും ഈ ഒരു കേക്കിലേക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്.